എവിടെ? ഓ അയ്യോ, അങ്ങനെ പറയല്ലേ. എടി, നീ അല്ലാതെ ഞാൻ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. എന്നെ വിശ്വസിക്കുന്നു മോളു. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ഒരു നിമിഷം ഒന്ന് കട്ട് ചെയ്യൂ. നമ്മളെ പള്ളിയിലച്ഛൻ ഇവിടെ വന്ന് നിൽക്കുന്നു. എന്തോ ഒരു പിരിവിന്റെ കേസിന്. അയ്യോ, അച്ഛനോട് സംസാരിച്ചില്ലേ അച്ഛന് പിണക്കമാവില്ലേ? ഞാൻ വിളിക്കാം. എങ്ങനെ ഒന്ന് മുട്ടും? ഒരു 2000 രൂപയുടെ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പൊ ചേഞ്ച് ഇല്ല എന്ന് പറയുന്നു. എവിടെ പോണെന്ന് ചോദിക്കാം. അങ്ങനെ കേറാം. ഹായ് കുട്ടി, ഒരു 2000 രൂപയ്ക്ക് ചേഞ്ച് കാണൂ? ഉണ്ട്. 500 വേണോ 100 വേണോ? വേണ്ട വേണോ? വേണ്ട, വെച്ചേക്കണം. ബസ്സിൽ കിട്ടത്തില്ല. എനിക്ക് അനുഭവം ഉള്ളതാ, അതുകൊണ്ട് പറഞ്ഞതാ. അതേറ്റില്ല. ബാലൻ ചേട്ടന്റെ മോളാണോ എന്ന് ചോദിക്കാം. അപ്പൊ ബാലൻ ചേട്ടന്റെ മോളല്ല എന്ന് പറയും. അപ്പൊ അതുവഴി പിന്നെ ഏതാ, പിന്നെന്ത് പഠിക്കുന്നു? അതീ വീഴും. കുട്ടിയെ കണ്ടുപരിചയം. ബാലൻ ചേട്ടന്റെ മോളാണോ? അതെ. അച്ഛനറിയോ? ഈ നമ്മുടെ മൃഗ ഡോക്ടർ. അയ്യോ, അത് തന്നെ. അതെ 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 അതെ. ഇവിടെ പരുത്തിപ്പാറ വീടുള്ള. അതെ. അച്ഛനെ അറിയും. തിരക്കിന്ന് പറയാ തന്തേന്. ഓ, അത് പറ്റില്ല. ഇനിയിപ്പോ എന്ത്? എനിക്കൊരു ഐസ്ക്രീം കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഒറ്റയ്ക്കൊക്കെ എങ്ങനെ ഇരുന്നൊരു ഐസ്ക്രീം ഒക്കെ കുടിക്കുന്നത് അല്ലേ? കുട്ടി ഫ്രീ ആണോ? ഞാൻ ഫ്രീ അല്ല. താൻ കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്. തനിക്ക് എന്താ വേണ്ടേ? എന്താണ് തനിക്ക് വേണ്ട? മര്യാദ കടന്നൊതുങ്ങിരുന്നോ? സഹോദരി, എന്താണ് തനിക്ക് വേണ്ട? സഹോദരി സഹോദരി അങ്ങനെ സഹോദരി അങ്ങനെ പറയല്ലേ. ദൈവമേ, അതിന്റെ അടുത്ത മുട്ടിയാ നടക്കത്തില്ല. വരുന്ന ഒരു ചാകര. ഇതിലേതെങ്കിലും ഒന്നിനെ ഞാൻ തപ്പിയിടും. എക്സ്ക്യൂസ് മീ. 2000 രൂപയുടെ ചേഞ്ച് ഉണ്ട്? ഉണ്ടല്ലോ. 500 വേണോ 100 വേണോ 200 വേണോ 10 വേണോ? അല്ല, ഉണ്ടോന്ന് ചോദിച്ചത്. കുട്ടിയുടെ കാണത്തില്ലല്ലേ? എത്ര ചേട്ടാ? 2000-ന്റെ ഉണ്ട്. 100 മതിയാവില്ലേ? ഉണ്ടോ? അപ്പൊ എല്ലാം ബാലേട്ടന്റെ മക്കളായിരിക്കും അല്ലേ? അയ്യോ, അതെങ്ങനെ മനസ്സിലായി? ഒരിടത്തുനിന്ന് പഠിച്ചിട്ട് വരുവാണോ ഇതെല്ലാം കൂടെ ഇങ്ങനെ? അല്ല, ഒരു ഐസ്ക്രീം ഒക്കെ കുടിക്കാൻ ഇവിടെ ആർക്കെങ്കിലും താല്പര്യം അങ്ങനെ? അല്ല. എന്താ തന്റെ പ്രശ്നം? തനിക്ക് എന്നാ വേണ്ടിയേ? എനിക്കൊന്നും വേണ്ട. തന്റെ മുഖം കാണുമ്പോ തനിക്ക് എന്നാ വേണോന്ന്? വേണ്ട. തനിക്ക് എന്താണോ വേണ്ടിയേ? അയ്യോ സഹോദരി പറയാൻ എനിക്കെന്ത്? കൂടുതൽ ഞാൻ മീറ്റു കയറ്റിയും കിട്ടേക്കും. എവിടെ? മീറ്റുയില് ഇടുവോ? ആ, ദൈവമേ, രക്ഷപ്പെട്ട്. എന്ത് അങ്ങനെ അങ്ങോട്ട് ഞാനിന്ന് കിളക്കാവൂല്ലോ. അതൊക്കെ ഇപ്പം പേടിയില്ല ആർക്കും. ഷൂട്ട് ചെയ്യരുത് പറഞ്ഞില്ല. എന്തിനാ ഷൂട്ട് ചെയ്യുന്നത്? ഈ ഒരു സാധനം കാരണം മനസ്സുമാരോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ചേട്ടന് പേടിയുണ്ട്. അതെ, ഞങ്ങളെ കല്യാണം കഴിച്ച ആൾക്കാരാ. കുഴപ്പമില്ല, കോടതി നമ്മുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ അവിടെ പോലീസും ഉണ്ട്. ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയണേ? ഇവിടെ താൻ കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്. തനിക്ക് എന്തിന്റെ സൂക്കേടാ? ഇവിടെ ഒരു 4 പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് നിന്നപ്പോ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഞാനും കൂടെ. എനിക്ക് അമ്മയും പെങ്ങന്മാരെ കണ്ട തിരിച്ചറിയാറിയോ? പിന്നെ എനിക്ക് അവരെ ഇരട്ട പറ്റിയാണ്. ഒരേ രീതിയിരിക്കുന്നവരാ. പോലീസ് എന്തെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഇവനെ പിടിച്ച് ഏൽപ്പിക്കായിരുന്നു. അങ്ങനെ പറയല്ലേ. എന്തിന് പോലീസ്? എന്തിന് പോലീസ്? പോലീസിന്റെ കാര്യം പറഞ്ഞില്ല. പോലീസും വന്നു, CBI വന്നു. ഓടക്കം പറയടാ. ഇല്ല സാറേ, ഞാൻ തേങ്ങ എടുത്തോണ്ട് ഞാൻ ആദ്യം ഇവിടെ കൊണ്ടിട്ട് എണ്ണി എന്നിട്ടാണ് ഞാൻ ചാക്കിൽ കയറ്റി. അല്ലാതെ വേറെ എന്റെ ഭാഗത്ത് വേറെ ഒരു തെറ്റുമില്ല സാറേ. എന്തിനായി മീശ പിരിച്ചു വെച്ചിരിക്കണേ? മീശ പിരിച്ചു ഞാൻ പിരിച്ചു വെച്ചല്ല സാറേ. പിന്നെ പ്രൈവറ്റ് ബസ് ഇരുന്നപ്പോ കാറ്റടിച്ച് മേളോട്ട് പൊങ്ങിയെടു സാറേ. പക്ഷെ സാറ് എന്തായാലും നമ്മൾ കോടതി പോകുമല്ലേ? 12 മണി കോടതി കയറണമല്ലോ. സാറിന് തന്നെ കാവല് തരത്തിൽ കുറി കിട്ടുന്നതിന് ഭയങ്കര രസം. പക്ഷെ വേറൊരു കേസ് സാറേ, എനിക്ക് കാവല് തൊഴുവാൻ പറ്റിയില്ല. എന്ത് ചെയ്ത്? സാറിന്റെ കയ്യിൽ വിലം കിട്ടേക്കില്ല. ഞാൻ എങ്ങനെ തൊഴുവും? എനിക്ക് ഇങ്ങനെയല്ലേ തൊഴുവാൻ പറ്റും. വൃത്തിയിട്ട വേല കള്ളാര് ആരടാ കള്ള? പിന്നെ നിന്നെ വെറുതെ ആണോ പിടിച്ച് ബലം കെട്ട് പോലീസ് കൊണ്ടുവന്നത്? സാർ അങ്ങനെ കള്ളം ഈ കള്ളനല്ലേ? ആര്? പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ പിള്ളേരറിയോ? ഇല്ല. ഇതെല്ലാം ടമാർപ്പെടാറുടെ പിള്ളേരല്ലേ? ഫ്ലവേഴ്സിലെ? അതെ. ഓ ശരി തന്നെ, എനിക്കറിയാം പിള്ളേരെയൊക്കെ. കാര്യം ചെയ്യും. തൽക്കാലത്ത് ഇതൊന്നും അഴിച്ചു തരാൻ പറ്റും. ഏതാ? ഇതൊന്നും അഴിച്ചു തരാൻ പറ്റും.
അട്ടങ്ങി അവിടെ നിന്നോണം. സാറേ ഈ പിള്ളേർക്ക് എല്ലാവർക്കും എന്നെ അറിയാം സാറേ. ആണാ? പിന്നെ കമാർപ്പെടാറിൽ ബലൂൺ കൊടുക്കണ ഞാനല്ലേ ഗെയിമിന്. അത് ശരി. ബലൂണ് മുട്ടസൂചി കുറെ കിടന്ന സാധനങ്ങൾ എന്നോട് സാർ പ്ലീസ്. ആ പുള്ളിയാണോ ഇത്? ഇതെന്താ പുറകില് കയ്യില്? അത് വിലങ്ങ് അറിയാ പുള്ളിയെ. എവിടെ കണ്ട് നല്ല പരിചയമുണ്ട്. എനിക്ക് അപ്പോഴേ സംശയം. കള്ളൻ, ഒന്നാന്തരം കള്ളൻ. ആര് പറഞ്ഞ കള്ളനെന്ന്? പിന്നെ വിലം കിട്ടട്ട്. ആ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചില സ്വഭാവം ഉണ്ട്. എന്ത്? തിങ്കളാഴ്ച കിടന്ന് എൻ്റെ ഒരു വ്രതമാണിത്. പോലീസുകാരനെ കൊണ്ട് കയ്യിൽ വിലം കടിപ്പിക്കുക. അത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ലോകനോടാ നീ നുണയും പറയൂടാ. ലോക കള്ളന നഖത്തിന്റെ ഇടയിൽ വരെ കള്ളൻ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഇവനെന്താ കട്ട എന്തോ സാറേ? തേങ്ങ പൊട്ടിച്ച് കാണാനില്ല. പിള്ളേരെ നിങ്ങൾ വിശ്വസിക്കരുത്. അല്ല നിങ്ങളൊക്കെ എങ്ങനെ ഞങ്ങളെ ഫ്ലോറിലേക്ക് വിളിച്ചു കയറ്റുന്നേ? അയ്യ അങ്ങനെയല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടമാർപ്പെടാനുള്ള ഗെയിം തേങ്ങ വെച്ചുണ്ടാക്കിയതാണ്. അതിനാണ് ഞാൻ തേങ്ങ മോഷണം. അതിനെ തെങ്ങിന്റെ വേളി നല്ലടാ ഞാൻ പിടിച്ചത്. അല്ല സാർ, ഞാൻ പിന്നെ തേങ്ങ അടക്കാൻ വേണ്ടി എനിക്ക് താഴെ നിന്ന് തേങ്ങ വരുമോ? നിന്റെ വീട്ടിൽ നല്ലല്ലോ, വല്ലവന്റെ വീട്ടിൽ പോയല്ലോ മോട്ടിച്ച്. പക്ഷെ അത് ഞാൻ ലീസിനെടുത്തിട്ടേക്കില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചത്? നിങ്ങൾക്ക് ചോദിച്ച അവിടുന്ന് പൈസ തരില്ലായിരുന്നോ? ഇനി അങ്ങനെ പറയരുത്. പേരൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? പിന്നെ നമ്മളെ പിള്ളേരല്ലേ. ഇനി എന്നെ അങ്ങനെ അവിശ്വസിക്കരുത്. ഇങ്ങനൊന്നും ഞാൻ പ്രതീക്ഷയില്ല. ഡെനിയുടെ ഒരു ആരാധകനാണ് ഞാൻ. ഡെനിയുടെ എപ്പിസോഡ് ഞാൻ വിടാതെ കാണുന്ന ഒരാളാണ് ഞാൻ. ആണോ? ശരിക്കും? സാധികയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സാധികയുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ സാർ. പക്ഷെ ഒരു കള്ളൻ ഇഷ്ടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ട് സാറേ? അങ്ങനെ പറയല്ലേ സാറേ. പക്ഷെ ഐശ്വര്യ ഇങ്ങനെ ഇത് പഠിച്ചു വെച്ചേക്കണത്. ഇത് ഗെയിമിന്റെ ട്യൂഷന് പോകുന്നു. എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എടാ നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. 12 മണിക്ക് നിന്നെ കോടതിയിൽ ഹാജരാക്കാൻ ഉള്ളത് മനസ്സിലായ? അടങ്ങി ഒതുക്കി അവിടെ എന്നാ മതി സാറേ. അത് ഇത് വേറൊന്നും കൊണ്ടല്ല. വേറെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോടതി പോകും. നമ്മൾ കോടതി ചെന്നില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ 3-4 ജഡ്ജിമാരും വക്കീലുമാർക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പാന്നേ. തേങ്ങ മാത്രമല്ല ഇവൻ എന്തൊക്കെ മോട്ടിച്ചിട്ടുണ്ടെന്നുള്ള അവിടെ ചെല്ലുമ്പോ അതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അറിയാന്ന് ആരോടും പറയണ്ട കേട്ടോ. അല്ല അത് മാത്രല്ല, ഈ മോഷ്ടിച്ച മുതലാണ് നമുക്ക് അവിടെ കൊണ്ടുതരുന്ന അറിഞ്ഞാലോ? അറിയില്ല. ഞങ്ങള് ഗെയിം കളിച്ചോണ്ടിരുന്നേ. കഷ്ടം. കഷ്ടമുണ്ട് കേട്ടോ സാറേ. ഞാനത് പറഞ്ഞോട്ട് വന്നാണ്. അടിമാലി അങ്ങോട്ടാ, മൂന്നാറും അങ്ങോട്ടാ. അപ്പൊ ഇടുക്കി പോണെങ്കിൽ ഇവിടെ കുഴിക്കണോ? അണ്ണാക്കിലിട്ടൊരു കുത്തു വന്നാണ്ടല്ലോ. കാര്യം ചെയ്താറേ, അവനെ ഒന്ന് മൂന്നാറിൽ കൊണ്ട് ടൂർ കൊണ്ടുപോയിട്ട് അവിടെ കോടതി കൊണ്ടുപോയി. പറഞ്ഞോ ഇതാണ്. വെറുതെ ദൈവത്തോർത്ത് അല്ല കളിയാക്കരുത്. എന്താ ആ മൂന്നാമത് ഇരിക്കണ പെണ്ണില്ലേ? ലൈനാണ് ഞാൻ. വെറുതെ അവരെ പറ്റി കള്ളത് നാണമുണ്ടോ കൊച്ചെ ഈ കള്ളനെ പ്രേമിക്കാൻ? ഈ കള്ളനെ പ്രേമിക്കാൻ നാണമുണ്ടോ? പിന്നെ കള്ളനല്ല നീ ആരാ? പോലീസാ? അങ്ങനെ പറഞ്ഞു സാർ. കഷ്ടമുണ്ട്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയുള്ളൂ. ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. സത്യം അത് പോയി. നിങ്ങളിപ്പോ ഈ സാറ് പറഞ്ഞപ്പോ വിശ്വസിച്ച എന്ത് ഉഗ്ര നടനാണ്. സീരിയസ് ആയിട്ട് സത്യം. ഈ സാറിനെ കണ്ട കറക്റ്റ് നാടകത്തിലെ പോലീസിനെ പോലെയല്ലേ? അടിപൊളിയായിട്ട് നാടകത്തിൽ അഭിനയിക്കില്ല സാർ. അടിപൊളിയായിട്ട് നാടകത്തിൽ അഭിനയിക്കുക. പ്രൊഫഷണൽ നാടകങ്ങൾ എത്ര എണ്ണത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സംസ്ഥാന അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. സാർ ഈ പിള്ളേരെ അഭിനയിച്ച ടമാർപ്പെടാറ് വിളിക്കും സാറിന്. നോക്കട്ടെ. സാറിനെ പോലെ ഇത്ര കഴിവുള്ളവര് വരുന്നത് ഞങ്ങളുടെ ഭാഗ്യ. അതെ ഭയങ്കര ഭാഗ്യമാണ് സാറേ. ഈ പിള്ളേരെ മുമ്പ് അഭിനയിച്ച സാറിന് സൂപ്പറായിട്ട് ടമാർപ്പെടാറ് കയറാം. ഈ ബസ് സ്റ്റാൻഡിൽ വെച്ചൊക്കെ കിടില ഒരു സീനുണ്ട്. ഒരു അടിപൊളി സാറേ ഞാനുണ്ട് കൂടെ പോകണം. ആണാ? പിന്നെന്ത്? ഇവൻ എത്ര നേരം അങ്ങനെ അല്ലല്ലോ. അയ്യ അങ്ങനെ പറയല്ലിയാ. ഞാൻ എവിടെ എത്ര പ്രാവശ്യം കണ്ട ആളിനെ. ആണാ? പിന്നെ കിടില ഒരു സംഭവം. പിള്ളേരെ മുമ്പ് ഷൈൻ ചെയ്തിട്ട് വാ. അതായത് സാറ് പോലീസുകാരൻ. ഞാൻ സാറിനെ പഠിപ്പിച്ച് പോലീസാക്കിയ സാറിന്റെ ഏട്ടൻ നീ ഡയറക്ടർ അല്ല എന്നാ അഭിനയിക്കണം എനിക്ക്. നീ ഡയറക്ടർ അവിടെ. അപ്പൊ സംവിധായകൻ ആര്? നീ രണ്ടും ഞാനാ? നീയാണ് രണ്ടും. സംവിധായകൻ ഡയറക്ടറായ 2 ശമ്പളം കിട്ടും. ആണോ? എന്നാ പിന്നെ 300-600 കിട്ടും. നിനക്ക് ലാഭമായില്ലേ? ഞാൻ എന്തെങ്കിലും ഒരു വേഷം കൂടെ ചെറുത് നായിക ഒരു സാധനം ചെയ്താലാ. സാറ് പോലീസുകാരൻ. സാറിനെ പോലീസാക്കിയ സാറിന്റെ ഏട്ടൻ ഞാൻ. എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയാണ്. എല്ലാരും മുമ്പ് ഷൈൻ ചെയ്യാം. ഞാൻ എന്തോ ഒരു അറിയാത്ത കേസിന് സാറ് പിടിച്ചോണ്ട് വരുമ്പോ സാറിന് മുമ്പ് ഞാൻ അഭിനയിക്കുന്ന സീന് തകർത്താലേ പിള്ളേരുടെ മുമ്പ് അഭിനയിച്ച് ഞാൻ തകർക്കും. ആണല്ലേ? ഓക്കെ റെഡിയല്ലേ? കണ്ടോണേ സാറിന് ഞങ്ങൾ തകർക്കും. ഞങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് കാണാം. പ്രിയകളെ, കൊല്ലം യമനിക തിയേറ്റേഴ്സിന്റെ 27ാമത് നാടകം അത് മതിയാ? ഡയറക്ടർ പറഞ്ഞാൽ പിന്നെ അത് തന്നെ. തുടങ്ങി പോലീസുകാരനായിരിക്കുന്ന നേരെ അവിടെ ചെല്ലുകയാണ് ചേട്ടൻ്റെ അടുത്ത്. ഫസ്റ്റ് സീൻ. You are under arrest. മനോജ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ. അതെ, താങ്കളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. ചേട്ടാ
മറന്നല്ലടാ നീ എന്നെ. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം നിന്നെ ഞാൻ പഠിപ്പിച്ച് വലുതാക്കി കോളേജിൽ വിട്ടു. ചേട്ടാ എന്നെ വലിയൊരു പോലീസ് ഓഫീസറായി. ചേട്ടാ അവസാനം ചെയ്യാത്ത കുറ്റത്തിന് ഏട്ടന്റെ കയ്യിൽ നീ വിലങ്ങ് വെച്ചല്ലേ ചേട്ടാ. ഇല്ലടാ, സാരമില്ല, ഏട്ടന് വിഷമമല്ല. ഏട്ടൻ ജയിലിൽ പോയാ നിന്റെ ഏട്ടത്തിയമ്മയും എന്റെ 3 മക്കൾ പട്ടിണിയാവും. ഈശ്വരാ, ഒരു നിമിഷം നിനക്ക് ഞാൻ ചിന്തിക്കാനുള്ള സമയം തരാം. നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഏട്ടന്റെ വിലങ്ങഴിച്ചു വിടാം. ഏട്ടൻ അവരെയും കൊണ്ട് എവിടെയെങ്കിലും പോവാടാ. അഴിക്കടാ ഏട്ടന്റെ വിലങ്ങ്. ഓടാ, അത് വല്ല പള്ളിയിലും പോയി പറഞ്ഞാൽ മതി. ഇത്രയൊക്കെ അഭിനയിച്ചത് കണ്ടാ മതി. അയ്യാടാ വിലം കഴിപ്പിക്കാനായിട്ട് നമുക്ക് ഒറിജിനാലിറ്റി വേണോ? അതാണ് അതിന്റെ സംഭവം. അല്ല എന്റെ നാടകം എന്ന് പറയുമ്പോ വില കഴിക്കണം. ആ ഒരു സ്നേഹബന്ധമാണ് കാണിക്കുന്നത്. 12 മണിക്ക് കോടതി ഹാജരാക്കേണ്ട പ്രതിയാണിത്. ഇപ്പൊ സമയം 11:45. എന്താ പിന്നെ നിങ്ങൾ ഈ സമയമില്ലാത്ത സമയത്ത് നാടകം കളിക്കൽ? നീ ആരാടാ റാസ്കലേ? നീ ആരാടാ നീ? ബെന്നി വന്നതിന് അവനീ കടന്നു പെടയണേ. ഏത് ബെന്നി? ഏതോ ബെന്നി വന്നല്ലേ? ബെന്നി വന്നല്ല, അവന് ജന്നി വന്നെന്ന്. എന്റെ സാറേ, ജെന്നിന്റെ കയ്യിൽ താക്കലും അല്ലതുകൊണ്ട് ഇങ്ങിത്താ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മതി, ശരിയാകും. സാറേ മരിച്ചു കഴിഞ്ഞാൽ സാറ് ജയിലും കോടതി ഇടിഞ്ഞാലും ഇത് വെളിയിൽ ഇറങ്ങൂല കേട്ടാ. ചിലപ്പോഴേ വിചാരിക്കണ പോലല്ല. എന്ത്? നീ അങ്ങോട്ടെങ്കിലും ചിലപ്പോ ഞാൻ എവിടെ പോവാ സാറേ? പറയാൻ ഞാൻ നിങ്ങളെ കളഞ്ഞിട്ട് പോവോ? ഡെനിയൊക്കെ എവിടേക്കുമ്പോ ഞാൻ എങ്ങോട്ടേലും പോവോ? ഡെനി ഒന്ന് പറ. ഡെനി ഒന്ന് പറ. നിങ്ങൾക്ക് നേരത്തെ പരിചയം പറ. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് നിങ്ങളെ പണ്ട് ഭയങ്കര വിശ്വാസമായിരുന്നു. ഇങ്ങനൊക്കെ കേട്ടപ്പോഴത്തേക്ക് തേങ്ങ മോഷണം അത് വലിയ കേസാണ്. അത് അങ്ങനല്ല. പക്ഷെ പുള്ളി എന്നെ കോടതി കൊണ്ടുവന്നു. എനിക്ക് സംസാരിക്കാൻ പോലും. അയ്യോ എളുപ്പം ചാവും എന്റെ ഈശ്വര. താക്കോലൊക്കെ വേഗം തരുമെന്ന്. അങ്ങനെ നീ അവിടെ താക്കോല് ഇപ്പൊ തരാം. അത് പിന്നെ അതെ, ഇത് ഇവിടെ കൊണ്ടൊന്നുമില്ല, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എടുക്കാം. എന്നാ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം മാത്രം. ഈശ്വര, ജന്യൊന്നും എല്ലാരെ കടിക്കും. ഇനിയൊക്കെ വരുന്നവരുടെ കാര്യം എന്തൊരു കഷ്ടമല്ല. എന്നാലും സാർ എന്തിനു സാർ അവനെ വെറട്ടിയത്? എന്താ റാസ്കലേന്നൊന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞ സാർ ഈ അസുഖമുള്ളവർ അങ്ങനെയാണ് സാറേ. നമ്മൾ വെറട്ടി കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ജന്നി വരും. കഷ്ടം. എന്താടാ ഇത്രയും സമയമായിട്ട് വണ്ടി വന്നില്ലല്ലോ? മണി എത്രയായി? 11:45 കഴിഞ്ഞു. 12 മണിക്കല്ലേ നമ്മളിപ്പോ എത്തും. എവിടെ എത്താ സാറേ? എന്താണ് ഇവിടെ നിന്ന് ബസ് കയറ്റി കോടതിയിലെത്തുമ്പോൾ എന്തായാലും 1:30 മണിയാവും. എന്നെ ഇവിടെ 1:30 മണിക്ക് യാത്രയല്ലേ സാറേ. ഞാൻ സത്യസന്ധനായ ഒരു കള്ളനാണെങ്കിൽ എനിക്ക് 12 മണിക്ക് കോടതി പോകണം. കോടതി കൊണ്ടുപോകണം. കോടതി പോകണം. ബസ് വരുമ്പോ നമ്മളങ്ങോട്ട് കയറി പോകൂലേ? ഇറങ്ങി അഴിച്ചു വിടുന്നു. ബസ് വരുമ്പോ കയറണ്ടേ? ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയാണ് സാറേ? പിന്നെ അങ്ങനെ അഴിച്ചു വിടും. ഞാനതങ്ങ് ബാഗിൽ കെട്ടും, നല്ല രസമുള്ളൂ. അടിച്ച് ബാഗിൽ കെട്ടും. എനിക്ക് ഇങ്ങനെ അല്ല, എനിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുമാതിരി സാർ ബാഗിൽ കെട്ടതാ. ആ പയ്യൻ എന്തിയെ? അവന് ആംബുലൻസ് കയറ്റി വിട്ടു. അയ്യോ പറഞ്ഞു സാർ. സാർ ഞാൻ സത്യസന്ധനായിട്ടൊരു കള്ളനാണെങ്കിൽ എനിക്ക് 12 മണിയാകുമ്പോൾ കോടതി പോകണം. എടാ നീ അറിഞ്ഞില്ലേ? താക്കോലി ഇത് അടിക്കണ്ടേ? അത് അവന്റെ ഇരിക്കുവോ? അവൻ ആംബുലൻസിൽ ആശുപത്രി കൊണ്ടുപോയി. മിസ്റ്റർ മനോജ് കുമാർ, എന്നെ 12 മണിക്ക് കോടതിയിൽ ഹാജരാക്കണം. എന്നെ 12 മണിക്ക് താങ്കൾ കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിൽ വരുന്ന 6 മാസം താങ്കൾ ഈ ജോലിയും കളഞ്ഞ് അവിടെ കിടക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് എന്നെ കോടതി കൊണ്ടുപോകും. അതാ ഞാൻ അല്ല, പക്ഷെ ഇവിടുന്ന് പോണെങ്കിൽ 1:30 മണിക്കൂർ വേണമല്ലോ. എന്ത് ചെയ്യും? ഇവിടെ തന്റെ ജോലി പോയടോ. അല്ല പിന്നെ താക്കോൽ പിന്നെ കൊടുത്തുവിട്ട് ഞാൻ മോശമല്ലേ. ഇനി ഒന്നാണ് സാറേ, ഞാൻ ഇപ്പുറത്ത് ഒന്നാണ് ഇവിടെ ചൊറിഞ്ഞാണ്. എവിടെ? ഈ ചെവിയുടെ ബാഗില്. അവരൊക്കെ നിൽക്കണം. ഇവിടെ ഈ ചെവിയുടെ ബാഗിൽ തന്നെ. ഞാൻ പറഞ്ഞില്ല എന്റെ കൂട്ടുകാരാണെന്ന് പറയുമ്പോൾ ഡെന്നി വിശ്വസിച്ചില്ലല്ലോ. ഭയങ്കരമുണ്ട്, അടിപൊളിയാണ് സാറേ. സാറേ ഒരു മിനിറ്റ് എനിക്കൊരു സ്ഥിരം ഹോബിയുണ്ട്. അഞ്ഞെടുത്തോണ്ടോ സാറേ? അഷു അഞ്ഞെടുത്തോണ്ടോ? പാവോട് കേട്ട പോലീസ് എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും കേൾക്കും. നടനും കൂടാ. അത് കിടലാണ് കണ്ട. ഇപ്പൊ അഭിനയിക്കണോ ഷൂ കൊണ്ട് സാറേ? ശുഭ അങ്ങനെ കാലുകൊണ്ട് തട്ടില്ല, കൈകൊണ്ട് എടുത്താറേ. അങ്ങനെ കയറില്ല സാറേ. അയ്യോ, എന്ത് തങ്കപ്പെട്ട മനുഷ്യൻ. ഞാൻ ആശുപത്രി വരെ ഒന്ന് പോയിട്ട് വന്നാലോ? എന്തിന്? താക്കോല് മേടിച്ച് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല സാറേ. എന്തായാലും 12 മണിയാകുമ്പം എന്നെ കോടതി കൊണ്ടാക്കണം. അല്ലെങ്കിൽ ഞാൻ ജഡ്ജിയുടെ അടുത്ത് പറയും ഇയാൾ കള്ളനാണ്, മനഃപൂർവ്വം എൻ്റെ ചാവി വേറൊരാൾക്ക് കൊടുത്തതാണ്, എന്നെ ഇവിടെ പെണ്ണുങ്ങളെ മുമ്പ് നാണം കെടുത്താൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കോടതി പറയും. ഞാൻ പറയും സാറിന് ഞാൻ ഒരു 6 മാസം സാറിന് ഞാൻ ജയിലിലും കിടത്തും, നിങ്ങളെ ജോലിയും കളയും. നമ്മൾ പിന്നെ അല്ലേ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മളിങ്ങനെ കൂട്ടിയിടുന്ന കാര്യമുണ്ട്. പറ, ഇഞ്ഞൊന്നാണ് ഇപ്പുറത്ത് വാ. ഈ കൊച്ചങ്ങനെ ഉണ്ട്. പാവം കുട്ടി അടിപൊളിയല്ലേ? കൊള്ളാമോ? കൊള്ളാക്കിത്തി ഇവിടെ ചൊറി സാറേ. ഇവിടെ ചൊറി സാറേ. നന്നായി കഷ്ടത്താണ്. പോലീസ് അയ്യോ പാവോട്. അയ്യോ എന്തൊരു പറഞ്ഞാലും കേൾക്കും. നല്ല അഭിനയം അല്ലായിരുന്നോ? അഭിനയം മാത്രമല്ല,
സൂപ്പർ പാട്ടാണ് ഛേ, ആര് സാറ്. എപ്പാ? ആണോ പാട്ടും പാടുവോ പാട്ട് മാത്രമല്ല പാട്ട് പാടി ഡാൻസ് കളിക്കും. സാർ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുത്താൽ അതല്ലേ ഞാൻ കോടതി. അടിപൊളിയാണ്, സൂപ്പറാണ്. ചെയ് സാർ, അല്ലേ ഞാൻ കോടതി പറഞ്ഞു കൊടുക്കുന്നു. ടൈം ചെയ്യാൻ അങ്ങോട്ട്. ദൈവമേ 12 മണിയാൻ പോണു. അല്ല ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൽ താളമുറക്കമുണർന്നു മതാലസ്യായി. ഇന്നി തീരം തേടും മുകിലിൻ മേറ്റിൽ താളമുറക്കമുണർന്നു മതാലസ്യായി. അയ്യാ അത് കറഞ്ഞൂടാ. തുടരും അടിപൊളി. മോഹിനീതിലേ. ഇനി തീരെ ഒന്നും സാർ സാറേ സാറേ ഒന്നും പറയാനില്ല സാർ. സാറേ 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 ഓ, ഇനി ഒരു പാട്ടുകൂടെ എന്നെ കൊണ്ട് പാടാൻ പറ്റത്തില്ല. പാട്ടാർക്ക് വേണം. ആ? ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് വാ. എന്ത് ഒന്നിന് വേണം. മൂത്രം ഞാനെന്ത് ചെയ്യാൻ പോയാവുന്നു. ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ എന്താ ഞാൻ അയ്യോ 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 12 മണി കഴിഞ്ഞേ. സാർ അങ്ങനെ അയ്യോ എന്റെ 12 മണി കഴിഞ്ഞു. ഞാൻ ജഡ്ജിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഞാനെന്തോ ഈ ഭഗവാനേ. ഹായ്. അയ്യോ താങ്ക് യു കേട്ടോ എല്ലാവർക്കും. താങ്ക്സ്. താങ്ക് യു. വെൽക്കം. താങ്ക് യു. നമ്പർ തരണം. താക്കോല്. എന്തായാലും സാറേ അപസ്മാരത്തിന് ചെറിയൊരു അസുഖമുണ്ട്. എവിടെ വെച്ചാൽ എങ്ങനെയൊക്കെയാ വീഴിഞ്ഞെന്ന് യാതൊരു പിടി എനിക്കില്ല. എന്തായാലും സാർ ഒരു വലിയ മനസ്സ് കാണിച്ചല്ലോ. ആ പ്രതിയെങ്കിലും ഇവിടെ പൂട്ടിയിട്ടിട്ട് എനിക്ക് തന്നല്ലോ, സമാധാനമായി സാറേ. നീ തന്നെ വെച്ചോ. എന്ത് സാറേ വേണ്ടേ? എന്നിട്ട് ഈ വില കഴിച്ച് എന്റെ കയ്യിലും കൂടെ കെട്ടി. എന്തിന്? എന്നിട്ട് ഏറ്റവും അടുത്ത് ഏതെങ്കിലും സ്റ്റേഷനിൽ കൊണ്ടുപോടാ. എന്റെ ജോലി പോയി ഞാൻ ചെയ്യില്ല.